നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം നമ്മൾ കുറച്ചു നാളായി കേൾക്കുന്ന ഒരു പേരാണ് ആകാശ് തീർ. എന്നാൽ എന്താണ് ഇതെന്ന് ആർക്കെങ്കിലും അറിയാമോ? എങ്ങനെയാണ് ഈ ആകാശ് തീറിന് പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ തൊടുത്തുവിടുന്ന മിസൈലിനെ പറ്റി മനസ്സിലാകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? കൂടാതെ എങ്ങനെയാണ് ആകാശ് തീർ ഇന്ത്യക്ക് നേരെ ഒരേ സമയം വരുന്ന 100 ഡ്രോണുകളെയും 5 മിസൈലുകളെയും തടയുന്നത്? അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രാജ്യാന്തര റഡാർ, ആകാശത്ത് പറക്കുന്ന അവാക്സ് തുടങ്ങി രാജ്യത്തിന്റെ അതിർത്തി, ആകാശം അങ്ങനെ സർവമാന ഇടങ്ങളും അരിച്ചു പിറക്കുന്ന വലിയൊരു റഡാർ ശൃംഖലയാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ഇന്റലിജൻസ്, ത്രെഡ് അനലൈസർ ഒക്കെ അടങ്ങുന്ന പൂർണ്ണമായും ഒരു കമ്പ്യൂട്ടർ ബന്ധിതമായ ഒരു ലെയർ ഉണ്ട്. ഇതിന്റെ മുന്നിൽ കാണുന്ന ആകാശം ഏതാണ്ട് ഇന്ത്യ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാവും. ഇത് നോക്കിയാൽ ഈ ലെയറിന് ഏതൊക്കെ മിസൈലുകൾ എപ്പോൾ ഇന്ത്യ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്നും ഇതിൽ തന്നെ ഏതാണ് ഏറ്റവും അപകടകരവുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലെയറുമായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് വരുന്ന മിസൈലിന്റെ ഇൻഫർമേഷൻ മുഴുവൻ, ആകാശത്തിന്റെ മാപ്പ് തുടങ്ങിയ സർവ്വ വിവരങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലെ മോണിറ്ററിൽ തെളിയും. ഇതോടൊപ്പം ഇങ്ങോട്ട് വരുന്ന മിസൈലിന്റെ തീവ്രതയും വേഗതയും ഒക്കെ നോക്കി ഏത് ആയുധമാണ് ഫലപ്രദമെന്ന് കൂടി കമ്പ്യൂട്ടർ തന്നെ തീരുമാനമെടുക്കുന്നു. കൺട്രോൾ സെന്ററിന് ഈ വിവരം കിട്ടുമ്പോൾ തന്നെ ആകാശ് മിസൈൽ വേണോ അതോ L-17 വേണോ അതോ S-400 വേണോ എന്നൊക്കെ തീരുമാനിച്ച് ആ പ്രതിരോധ സംവിധാനം പോലും ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അടുത്തതായി ഈ വിവരങ്ങൾ സേനയ്ക്കും കൈമാറുന്നു. അതായത് ഏത് മിസൈൽ എവിടെയുണ്ട്, ഏത് യൂണിറ്റാണ് പ്രതിരോധിക്കുന്നത്, ഏത് ആയുധമാണ് പ്രതിരോധിക്കുന്നതെന്നൊക്കെ സേനകൾക്കും കൃത്യമായി അറിയാം. ഇങ്ങനെ കൃത്യമായ ഒരു കോർഡിനേഷനും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇനിയൊരു 100 മിസൈൽ ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിനെ കൃത്യമായി ത്രെഡ് ഡിറ്റക്ട് ചെയ്ത് അതിനെയൊക്കെ ആദ്യം S-400 എൻഗേജ് ചെയ്യണം. ഏതൊക്കെ രാജസ്ഥാൻ മരുഭൂമിയിലാണ് ഇതൊക്കെ വീഴുക എന്നതൊക്കെ കൃത്യമായി സെക്കൻഡുകൾക്കുള്ളിൽ ഈ കമ്പ്യൂട്ടർ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. ഓർക്കണം, നമ്മൾ GPS അല്ല ഉപയോഗിക്കുന്നത്, നാവിക്കാണ്. ഇന്ത്യയുടെ മുകളിൽ GPS-നേക്കാൾ കൃത്യത നാവിക്കിനുണ്ട്. ഇനി ഡ്രോൺ ആണെങ്കിലും ഇതൊക്കെ തന്നെ. ഒപ്പം നമ്മുടെ തന്നെ ഡ്രോൺ പടയെ ലോഞ്ച് ചെയ്ത് ശത്രുവിനെ ജാം ചെയ്യാനോ ആക്രമിക്കാനോ ഒക്കെ ആകാശ് തീറിന് നിഷ്പ്രയാസം സാധിക്കും. അതേസമയം ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലേസർ വെപ്പണുകളും ഫാർഗ വസ്ത്രങ്ങളും ഒക്കെ ഇതിനോടുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ ശക്തമാകുകയും ചെയ്യുന്നതോടെ ആകാശ് തീർ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. DRDO മുതൽ ISRO വരെ പല സർക്കാർ സംവിധാനങ്ങളും ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്തായാലും ലോകത്തിലെ 3ാമത്തെ വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് വെറുതെയല്ല.